ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. നമ്മളെയൊക്കെയാണ് ഈ തെണ്ടിന്ന് വിളിച്ചത്. എന്തിനാന്ന് കേൾക്കണം. ഈ വിളിക്ക് നമ്മൾ അർഹരാകാനുള്ള കാരണം എന്താന്ന് കേൾക്കുമ്പോഴാണ് കൗതുകം. എന്ന് കേട്ടു നോക്ക്. എന്നിട്ട് ഇവന്റെ കുടുംബക്കാര് പറയും, നീ അങ്ങനെ ചെയ്ത്, കാരണം ഈ പെണ്ണ് 5ഉം 6ഉം പെറ്റ് കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയെ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ, അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് കാര്യം നിസ്സാരമല്ല കേട്ടാ. കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകം ഇൻഷേറ്റ് എടുത്ത് രംഗത്തിറങ്ങിയ 2 ധീര യോദ്ധാക്കളായ വനിതകളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ അഭിപ്രായം പറയുന്നത് ചെറിയ വിഷയങ്ങളൊന്നുമല്ല. കേരളത്തിലുള്ള മുസ്ലിം സ്ത്രീകൾ കൊല്ലം പ്രസവിക്കുന്നു, 5ഉം 6ഉം പ്രസവിക്കുന്നു. മറ്റു കുട്ടികൾക്ക് ആഹാരം പോലും കൊടുക്കാൻ കഴിയാതെ അത്രയും ദാരുണമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് മുസ്ലിം സ്ത്രീകൾ കടന്നു പോകുന്നത്. എന്നാൽ നുസ്രത്ത് താത്ത, ഈ അവസ്ഥ അനുഭവിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ മാത്രമാണ്. ഇത് കണ്ടു നോക്ക്. നോക്ക്. ഒരു മുസ്ലിം സ്ത്രീ അല്ലേ കേട്ടാ. ആ ദമ്പതിമാരും മുസ്ലിങ്ങളല്ല. ഒരാൾക്ക് 5 വീതം കുട്ടികളുണ്ട്. എന്ത് രസമാണ് കാണാൻ, കാഴ്ച കാണാൻ എന്ത് രസമുണ്ട്. കണ്ടിട്ട് കൊതിയാകുന്നു. പടച്ചോനെ, നമ്മുടെ മുറ്റം നിറച്ച് ഉള്ളാരെ തരണേ. എന്ത് കൊതിയാണ് കണ്ടിട്ട്. മാഷാ അല്ലാഹ്. ആ കുട്ടികളുടെ കളിയും ചിരിയും കണ്ടിട്ട് ആ ദമ്പതിമാരുടെ ആ സന്തോഷം കണ്ട. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അവർ പട്ടിണിയൊന്നുമില്ലല്ലോ, ആഹാരത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതാണ് കഴിവുള്ളവൻ. ഈ പണ്ടൊരു തമാശക്കൊരു പാട്ട് പാടും, കാശുള്ളവൻ സിസർ വാങ്ങി വലിക്കുമ്പോൾ കാശില്ലാത്തവൻ കാജാവീടി വലിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ പിള്ളേരെ ഉണ്ടാക്കുമ്പോൾ ഇല്ലാത്തവൻ ഇങ്ങനെ മതിലുമേ കയറി അല്ലെങ്കിൽ കലങ്ങി കയറി ഇരിക്കും. എന്നിട്ട് കൊതിയും നുണയും പറയും. അവർക്ക് 5 പിള്ളേരുണ്ട്, 6 പിള്ളേരുണ്ട്, കുറെണ്ണം പെറുന്നില്ല. ഉള്ളവൻ ഉണ്ടാക്കും, ഇല്ലാത്തവൻ ഇങ്ങനെ ഇരുന്നും മൂടുപോയി. ഇതിനെ പ്രസവ ജിഹാദ് പ്രസവം എന്ന് വിളിക്കാം. തെറ്റിപ്പോയി. ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നാ. ആ പരിശ്രമം പ്രസവത്തിന്റെ സമയത്തല്ല ഈ ജിഹാദ് ഉള്ളത്. ഈ പ്രസവത്തിലേക്ക് എത്തിക്കുന്ന പ്രോസസ് ഉണ്ടല്ലോ, അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. തെറ്റിപ്പോരുത്, കറക്റ്റ് പറഞ്ഞു. പറഞ്ഞിട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത ഒരു 15 വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത്. ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കില്ല. അപ്പൊ എന്താ പറയുക, ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നു. നുസ്രത്ത് പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ പർദ്ദാധാരണ കൊണ്ട് ഉണ്ടായതെന്താ? പാർശ്വവൽക്കരിക്കപ്പെട്ടു, അരികവൽക്കരിക്കപ്പെട്ടു, ഇല്ലാതാക്കപ്പെട്ടു സമൂഹത്തിൽ നിന്ന്. നുസ്രത്ത് പറയുന്നത് കുഴപ്പമില്ല, കാരണം അതിനെ നമ്മൾ ആ സെൻസിൽ എടുത്താൽ മതി. പക്ഷേ പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾ ആ വസ്ത്രധാരണ കൊണ്ട് മുന്നേറ്റമാണോ അല്ല പിന്നോക്കാവസ്ഥയിലേക്കാണോ വന്നത്? വിവരവും ബോധവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സഹോദരി പറയും, നമുക്ക് കേൾക്കാം. ഈ ഹിജാബ് ഇട്ട പെണ്ണുങ്ങൾ ഇപ്പൊ ഹിജാബ് ഇട്ട ശേഷം തന്നെയാണ് വലിയ തോതിൽ മുസ്ലിം പെൺകുട്ടികൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടക്കം ഉള്ളിൽ കയറുന്നതും ടോപ്പ് ആണ്. അത് അവർ ഹിജാബ് ഇട്ടത് കൊണ്ട് അവർക്ക് അതിലെന്തെങ്കിലും ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ അവരുടെ റൈറ്റ്സ് വയലേഷനാണ്, മുഖം കാണാത്തത് കൊണ്ട് അവരുടെ ഐഡന്റിറ്റി, അവരുടെ കഴിവുകൾ അവർ ഇല്ലാണ്ടായി എന്നൊക്കെ പറയുന്ന ആ വാദം എന്ത് തെറ്റാണെന്നുള്ളത്. മുഖം മറച്ച പെൺകുട്ടിയാണ് ഈ തവണ കർണാടകത്തിലൊക്കെ ടോപ്പറായിട്ട് വന്നിട്ടില്ല. അതാണ്. അപ്പൊ ഇത്തവണ കർണാടകയിൽ ടോപ്പറാര ഹിജാബ് ധരിച്ച പെൺകുട്ടിയാണ്. അവള് അധ്വാനിച്ചു പഠിച്ചു, സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് എത്തി, നല്ല വിദ്യാഭ്യാസ യോഗ്യതയും കിട്ടിയപ്പം നല്ല ജോലിയും അതോടൊപ്പം കരഗതമായി. എന്നാൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ന വ്യാജേനെ ഘോരം സംസാരിക്കുന്ന, ഹിജാബിനെയും പർദാനെയും നിരന്തരമായി ആക്ഷേപിക്കുന്ന ഈ പറയപ്പെട്ട കക്ഷികൾ ആരെങ്കിലും ഹിജാബ് ധരിച്ച മുസ്ലിം സ്ത്രീകൾ നേടിയ സ്ഥാനത്തിന്റെ 7 അയലത്ത് വന്നിട്ടുണ്ടോ? അതിൽ മുകളിലിരിക്കുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചോ. ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര ലോകത്തില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ അന്നം മുട്ടിപ്പോയനെ. ഈ മതത്തെയും വിശ്വാസികളെ തെറി പറഞ്ഞിട്ടാണ് നിങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആ ടീച്ചർ എന്ന് വിളിക്കുന്നില്ലേ, അംഗനവാടി ടീച്ചർ പോലല്ല. അവര് ജീവിക്കുന്നത് ഈ ഇസ്ലാമിനെ തെറി പറഞ്ഞിട്ടാ. മറ്റൊരാളുണ്ട്, അവരുടെ പേര് അവിടെ പറയുന്നില്ല. ആ പറയപ്പെട്ട ആള് സ്വസമുദായത്തെ വഞ്ചിച്ച് ആ മതത്തെ നിരന്തരമായി ആക്ഷേപിച്ച് ആ മതത്തെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ സുഖിപ്പിച്ചും അവരെ തടവിയുമാണ് അവര് ജീവിക്കുന്നത്. അപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഹിജാബ് ധരിച്ച പെണ്ണ, അവള് പഠിക്കുന്നുണ്ട്, അവര് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ അവരുടെ പൗരാവകാശങ്ങൾ അവർ നേടിയെടുക്കുകയും അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും അവർക്ക് വേണ്ട സ്ഥാനങ്ങളും ഒക്കെ അവർ പ്രയത്നിച്ചും യത്നിച്ചും അവർ നേടിയെടുക്കുന്നുണ്ട്. അപ്പോഴിവിടെയൊക്കെ ചിലരെ എരന്ന് തിന്നുന്ന മനെ തുരന്ന് തിന്നുകയാണ്. അല്ല, ഈ 35 വയസ്സിനുള്ളിൽ ഈ സ്ത്രീ, ഈ യുവതി എങ്ങനെ 5 പ്രസവം താങ്ങി എന്നുള്ളതാണ്. വയറിൽ താങ്ങി. സാധാരണ എല്ലാ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളെ വയറിലാണ് താങ്ങുന്നത്. അത് 5 പെറ്റാലും 10 പെറ്റാലും വയറ്റിൽ തന്നെയാണ് താങ്ങല്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ വേറെ എവിടെയെങ്കിലും താങ്ങലുണ്ടോ? ഇനി അടുത്ത ചോദ്യം,
ഈ 5 പ്രസവിച്ചതും ഏതുവഴിയാന്ന് വല്ല അഭിപ്രായം അങ്ങനെ വല്ല സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ആ ചാനൽ ഓഫ് ആക്കിയിട്ട് എന്റെ നമ്പറിലിട്ട് വിളി, ഞാൻ പറഞ്ഞുതരാം ഏതുവഴിയാണെന്ന്. എന്റെ പൊന്നു നമ്പേരെ, നിങ്ങൾക്ക് നാണമില്ലേ? ഇത് ചാനൽ തന്നെയല്ലേ അല്ലേ? ചാനൽ ലേബർ റൂമാ? മുസ്ലിം പെണ്ണുങ്ങൾ എവിടെയാണ് 5 പ്രസവിക്കുമ്പോൾ താങ്ങുന്നത്, ഏതുവഴിയാണ് പ്രസവിക്കുന്നത്, എന്തെല്ലാം അറിയണം. ഇത് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ വീട്ടിലോട്ട് ചെല്ലുക, അല്ലെങ്കിൽ ആ ചാനലിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നില്ല അവരോട് ചോദിച്ചാൽ പറഞ്ഞു. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്തൊക്കെയാണ് ഇതിന്റെ പ്രസവം എന്ന്. നാട്ടിലെ മുസ്ലിം പെണ്ണുങ്ങൾ പ്രസവിക്കുന്നതും എവിടെ താങ്ങുന്നതും ഏതുവഴിയാ വരുന്നതെന്നൊക്കെ അറിയണം. അറിയിച്ചാണ് അതിനൊക്കെ. ഈ പെണ്ണ് കെട്ടാൻ പോകുമ്പോ പറയുന്നത് എന്താണ്? അവൾ എന്റെ കൂടെ കിടക്കുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ഞാനൊരു എന്റെ പൊന്നാർ നമ്പിയാരെ, അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കും, ഒന്നും വിചാരിക്കരുതേ. ഇത് ചാനൽ തന്നെയാണ് അല്ലെങ്കിൽ വല്ല അശ്ലീല സാഹിത്യ മത്സരം നടക്കുന്ന വല്ല പ്ലാറ്റ്ഫോം പോലാണ്? അറിയാൻ പറ്റുന്ന ചോദിക്കുകയാണ്. അതിന്റെ അടിയിൽ ഫുൾ സുഡാപ്പികളെ നിരങ്ങല. എന്താ നിന്റെ ഉമ്മ തള്ള പ്രസവിച്ച വീട്ടിലല്ലേ? എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ആ നാട്ടിലൊന്നും എവിടെയോ പോണോ ഹോസ്പിറ്റലില് അന്ന്. പക്ഷെ എന്നാലും വയറ്റാട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട്. അതെ, പഴയ കാലത്ത് വീട്ടു പ്രസവം നടക്കുമ്പോൾ പ്രസവം എടുക്കുന്ന ഉമ്മമാരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അമേരിക്കയിൽ നിന്നാണ് MBBS ഒക്കെ എടുത്തുകൊണ്ട് വന്നത്. 2-3 ബിരുദമുണ്ട്. ചുമ്മാതെ മൂക്കി ഈറ്റുമ്പോൾ ഒരു ഇംഗ്ലീഷ് ആയിരുന്നു. മലയാളം പിന്നെ പറയണ്ട, മലയാള സാഹിത്യ സാമ്രാട്ടുകളായിരുന്നു. മറ്റേ കൊച്ചുകുട്ടികളൊക്കെ പാടുന്ന പാട്ടില്ലേ, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ആ പാട്ട് ഒരു ഉമ്മ പ്രസവം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ വായിന്ന് അറിയാതെ വന്ന കവിതയാണ്. അങ്ങനെ എല്ലാ വിഷയത്തിനും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അവർ. എന്ന് മാത്രമാണ് അന്ന് പ്രസവം എടുക്കാൻ വരുന്ന സ്ത്രീ അവരെ കയ്യിലേക്ക് ഒരു കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ താരാട്ടുപാട്ട് പാടുന്ന എങ്ങനെയാണെന്ന് അറിയാം? ഇംഗ്ലീഷിലാ. വൈദേസ് കൊലവറി കൊലവാറി, വൈദേസ് കൊലവറി കൊലവാറി. മുസ്ലിം ലീഗിന്റെ ആൾക്കാർ, മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്ന എല്ലാവരും എനിക്കൊരു കുട്ടിയായതുകൊണ്ട് എന്നെ കളിയാക്കാൻ വേണ്ടി വന്ന കാലഘട്ടം ആലോചിച്ച് ഞാനും എന്റെ മോള് പൊളിച്ചിരിക്കും. കാരണം ഒരു കുട്ടി മതി എന്ന് പറഞ്ഞാൽ എന്റെ ജോലി തിരക്കിന്റെ ഇടയിൽ ഓടി നടക്കുന്ന ഞാൻ 14 വർഷം ഉറങ്ങാതെ ജോലി ചെയ്ത ആളാണ് എയർപോർട്ടിൽ. അപ്പൊ ഞാൻ എന്റെ ജോലി ഓരോ സ്റ്റേഷൻ ടു സ്റ്റേഷൻ ഒരു കുട്ടീനെയായിട്ട് എനിക്ക് പോകാനും നിൽക്കാനും എന്റെ വീട്ടിലത്തെ കാര്യം നോക്കാനും ഒക്കെ അവളെ കുട്ടിക്കാലത്ത് പറ്റും. സത്യം പറയാലോ, ഈ വീഡിയോയുടെ പരിസമാപ്തിയിലേക്ക് എത്തിയപ്പോഴാണ് ആക്ച്വലി നുസ്രത്ത് താത്തയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. ഞാൻ ഇനി നിങ്ങളെ കുറ്റപ്പെടുത്തൂല. നിങ്ങളുടെ ജീവിതാനുഭവം വെച്ച് നിങ്ങൾ മറ്റുള്ളവരെ വിലയിരുത്തിയാണ്. നിങ്ങൾക്ക് ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ ജോലി, പ്രൊഫഷൻ, നിങ്ങളുടെ ജീവിതം, കുടുംബം, ഇതിനിടയിൽ ഒരു കുട്ടിയെ തന്നെ പോറ്റി വളർത്താൻ നിങ്ങൾ ഒരുപാട് പാടുപെട്ടു. എല്ലാ ബഹുമാനവും. അപ്പൊ ഈ സങ്കീർണത 4-5 കുട്ടികളുള്ളവർക്ക് ഉണ്ടാവൂലേ? അവർ പ്രയാസപ്പെടുന്നില്ലേ എന്ന ഒരു ആവശ്യവുമില്ലാത്ത അനാവശ്യമായ നിങ്ങളുടെ ചിന്തയും തോട്ട്സുമാണ് ഇതൊക്കെ നിങ്ങളെ പറയാൻ പ്രേരിതമാകുന്നത്. ഒരു സ്ത്രീക്ക് പ്രസവിക്കാനും കുട്ടികളെ പോറ്റാനും കഴിവില്ലെങ്കിൽ അത് തുറന്നു പറയാനും നിഷേധിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത്. ഇത് പഴയ കാലമൊന്നുമല്ല. അപ്പൊ അവർ തന്നെ തുറന്നു പറയും. അവർ തുറന്നു പറയാത്ത കാലത്തോളം ആരാണ്ട കൊച്ചിന്റെ തന്തയാകാൻ നമ്മൾ ശ്രമിക്കരുത്. മറ്റുള്ളവന്റെ അവൻ തുറന്നു പറയാത്ത, അവൻ പ്രയാസപ്പെടാത്ത കാലത്തോളം നമ്മൾ അനുഭവിച്ച സങ്കീർണതയിലൂടെ അവരെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് മൊത്തവൽക്കരിച്ച് പറയരുത്. സത്യം പറഞ്ഞാൽ അതൊരു തോന്നിവാസമാണ്.